അവധിക്കാലം ആഘോഷമാക്കാനെത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി DTPCയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് ഇടുക്കിയിൽ ഒരുക്കിയിരിക്കുന്നത്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഒരു വസന്തകാലം തന്നെയാണ്. DTPCയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത് ഫ്ലവർ ഷോയെക്കുറിച്ചാണ് പറഞ്ഞത്. അതിന് തുടക്കമായിരിക്കുന്നു മൂന്നാറിൽ. ദേവികുളം റോഡിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് മൂന്നാർ പുഷ്പമേള. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചൂടൽപ്പം കൂടുതലാണെങ്കിലും അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ നിരവധിയാണ്. സഞ്ചാരികളെ ആകർഷിക്കുന്നതിനും സന്ദർശനം ആസ്വാദ്യകരമാക്കുന്നതിനും നിരവധി പരിപാടികളാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിൽ വസന്തത്തിന്റെ വിസ്മയക്കാഴ്ച ഒരുക്കിയത്. DTPCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മൂന്നാമത് പുഷ്പമേളയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ആരംഭിച്ചിട്ടുള്ളത്. വിദേശ ഇനം പൂക്കളടക്കം 5000-ഓളം ഇനം പുഷ്പങ്ങളാണ് നയന മനോഹര കാഴ്ചയൊരുക്കാനായി ബൊട്ടാണിക്കൽ ഗാർഡനിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. കാശ്മീരിൽ നിന്നും എത്തിച്ചിരിക്കുന്ന തുലിപുഷ്പങ്ങളും മരുഭൂമികളിൽ മാത്രം കാണുന്ന കള്ളിമുൾ ചെടികളും ഡാലിയകളും മേരിഗോൾഡും മെലസ്റ്റോമ ഇംപേഷ്യൻസ്, മഗ്നോളിയ ഗ്രാൻഡിഫ്ലോറ, മഗ്നോളിയ ലില്ലി ഫ്ലോറ, വിവിധ ഇനം റോസകൾ, 30 ഇനം ചൈനീസ് ബോൾസം, 31 ഇനം അസീലിയ, ആന്തൂറിയം തുടങ്ങിയവ വർണ്ണ വസന്തം തീർക്കുകയാണ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ. ഇതിൽ 5000 മേലുള്ള പൂക്കൾ കൊണ്ടാണ് ഈ ഫ്ലവർസ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. 7 മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ട്, 7:30 DJ ഗാനമേള, അങ്ങനെയൊക്കെ പരിപാടികൾ 1-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെ നടത്തുന്നുണ്ട്. പൂക്കൾ കാണാൻ മാത്രമല്ല പൂക്കളും വിത്തുകളും വാങ്ങാനുമുള്ള അവസരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9-ന് തുടങ്ങുന്ന മേള രാത്രി 9 വരെ നീളും. മുതിർന്നവർക്ക് 60-ഉം കുട്ടികൾക്ക് 35-ഉം വീതമാണ് പ്രവേശന ഫീസ്. ക്യാമറ കൊണ്ടുപോകണമെങ്കിൽ അധിക തുക നൽകേണ്ടി വരും. വിവിധ വർണ്ണങ്ങളിൽ പൂത്തുനിൽക്കുന്ന ചെടികൾ ഏറെ ആസ്വാദ്യകരമെന്ന് സഞ്ചാരികളും പറയുന്നു. ഉച്ചയായപ്പോഴാണ് ഞാനിവിടെ എത്തിയത്. പൊതുവെ ചൂടൊക്കെ അല്പം കുറവുണ്ട്. ഇപ്പോൾ വൈകുന്നേരമായി, അല്പം ആശ്വാസമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ വലിയ ആഹ്ലാദമാണ്. ചൂടിൽ നിന്ന് അല്പം ആശ്വാസം കിട്ടുന്നുണ്ട്. പൂക്കൾക്ക് പുറമെ സെൽഫി പോയിന്റുകളും ആനയും മരംകൊത്തിയും അണ്ണാനുമെല്ലാം പൂക്കളിൽ തന്നെ ഇടം നേടിക്കഴിഞ്ഞു. എല്ലാ ദിവസവും 7 മണിക്ക് വാട്ടർ ഫൗണ്ടൻ ഷോയും അതിനുശേഷം ഗാനമേളയും DJയും ഒക്കെ നടക്കും. പുഷ്പമേളയിൽ ഏറ്റവും ആകർഷകം വാട്ടർ ഷോയാണ്. വിപണനശാലകളും മേളയിൽ സജീവമായി കഴിഞ്ഞു. ബൊട്ടാണിക്കൽ ഗാർഡനുള്ളിൽ തന്നെ ഫിഷ് സ്പായും ഒരുക്കിയിട്ടുണ്ട്. ചെറിയ തുക മുടക്കിയുള്ള ഫിഷ് മസാജിംഗ് ശരീരത്തിനും മനസ്സിനും ഉന്മേഷമേകും. വരുന്ന 12-നാണ് മേള സമാപിക്കുക. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.